ഹലോ ഗൈസ്, കുളിച്ചമല്ലുവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ റൈഡ് നമ്മൾ നേരെ തിരുവല്ല ഇപ്പോൾ അറിയപ്പെട്ട് വരുന്ന ഒരു സ്ഥലം തന്നെയാണ് അരുവിക്കുഴി. ഒരു വെള്ളച്ചാട്ടമാണ്. നമുക്ക് ആ ഒരു വെള്ളച്ചാട്ടം കാര്യങ്ങളും ആ ഒരു വ്യൂവും കാര്യങ്ങളും എങ്ങനെ ഉണ്ട് എന്ന് നോക്കിയിട്ട് വന്നാലോ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടങ്ങ് പോയേക്കാം. ഹലോ ഗൈസ്, വിർച്വൽ മല്ലുവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ റൈഡ് നമ്മളൊരു ചെറിയ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അരുവിക്കുഴി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്, കോഴഞ്ചേരിക്കപ്പുറമാണ്. കറക്റ്റ് പാമ്പാടി പള്ളിക്കത്തോട് ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു സ്ഥലം വന്നേക്കുന്നത്. മാപ്പിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് നമ്മൾ ആ ഒരു ഫോട്ടോയിലും വീഡിയോയിലും കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ എന്തായാലും ആ ഒരു വെള്ളച്ചാട്ടം കൂടി നമുക്കൊന്ന് കണ്ടേക്കാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനിയും സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അരുവിക്കുഴി എങ്ങനെ ഉണ്ട്, അല്ലെ ആ ഒരു കാഴ്ച എങ്ങനെ ഉണ്ട് എന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ എങ്ങനെ കഴിച്ച് നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ടൊന്ന് പോയേക്കാം. അപ്പം ഗൈസ്, ഈ ഒരു അരുവിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലം ഏകദേശം നമ്മുടെ കോഴഞ്ചേരിയിൽ നിന്ന് ഒരു 11 കിലോമീറ്റർ അവയാണ്. അപ്പം വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്കങ്ങനെ വലിയ ദൂരമായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. നമ്മളെന്തായാലും അടിച്ചു പിന്നിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കഴിച്ച് നമ്മളങ്ങനെ നമ്മുടെ അരുവിക്കുഴിയുടെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം കുറേ വണ്ടികളും കാര്യങ്ങളും ഉണ്ട്, ഫാമിലീസും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് എൻജോയ്മെൻറ്റ് തന്നെയാണ്. കാരണം ഇത്രയും നാളും വീട്ടിനകത്തൊക്കെ ഇരുന്നിട്ട് കൊച്ചു പിള്ളേരെ ഇങ്ങോട്ടൊക്കെ കയറി വരുമ്പം അവരുടെ മൈൻഡാണെങ്കിലും എല്ലാം ഒരു റീഫ്രഷ് ആവുകയും അടിപൊളിയായിട്ട് വരാം. അതുപോലെ മലമേളയിൽ നിന്ന് വരുന്ന വെള്ളത്തിനൊക്കെ നല്ല തണുപ്പും കാര്യങ്ങളും നല്ലൊരു ആംബിയൻസ് തന്നെയാണ്. അപ്പം ഇവിടെ നമുക്ക് എന്തായാലും താഴോട്ട് ഇറങ്ങി നോക്കാം. ഫാമിലീസും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് എന്ന് തോന്നുന്നു. കുറേ വണ്ടികളൊക്കെ ആ ഒരു പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് എന്തായാലും താഴോട്ട് ഇറങ്ങി അതിൻ്റെ ഫുൾ വ്യൂവും കാര്യങ്ങളും എങ്ങനെയുണ്ട്, വെള്ളച്ചാട്ടം എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് വന്നാലോ. നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ടൊന്ന് പോയേക്കാം, അല്ലേ ഗൈസ്? ഇല്ലടാ വെള്ളച്ചാട്ടം കാണാൻ
ഗൈസ്, ഇവിടെ വരാത്തവർക്ക് വേണ്ടി വേണമെങ്കിൽ ഒന്നുകൂടി ആ ഒരു സ്ഥലപ്പേര് ഞാൻ പറയാം. നമ്മുടെ കോഴഞ്ചേരിയിൽ നിന്ന് ഒരു 11 കിലോമീറ്റർ മാറി പാമ്പാടി പള്ളിക്കത്തോട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ ഒരു സംഭവം ഉള്ളത്, അരുവിക്കുഴി എന്ന് പറഞ്ഞ വാട്ടർഫോൾസ് ഉള്ളത്. അപ്പോൾ മാപ്പിലൊരു ഡയറക്റ്റ് അരുവിക്കുഴി എന്ന് പറഞ്ഞാൽ അടിച്ചു കൊടുത്താൽ മതി, കറക്റ്റ് ആ ഒരു റൂട്ടിൽ തന്നെ എത്തും. നമ്മളെ ചുറ്റിക്കത്തൊന്നുമില്ല, ഗൂഗിൾ ചെയ്ത് കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എത്തിക്കും. അപ്പോൾ എന്തായാലും ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ അല്ലെ ഇതുവരെ ഇങ്ങനൊരു സ്ഥലമുണ്ട് എന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരണം. കാരണം അടിപൊളിയാണ്. ഒരു ഈവനിങ് റൈഡ് പോലെ അല്ലെങ്കിൽ രാവിലെ ഒരു ഉച്ച വരെയുള്ള റൈഡ് എന്നുള്ള സെറ്റപ്പിൽ വന്ന് അടിച്ച് പൊളിച്ചിട്ട് പോകാം. ഫാമിലി ആണെങ്കിലും ശരി, ഫ്രണ്ട്സ് ആണെങ്കിലും ശരി, നല്ല എൻജോയ്മെൻ്റ് ആണ്. ഇവിടെ ഒരു വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ്. അലമ്പില്ല. മെയിനായിട്ട് പറയുവാണെങ്കിൽ അടിപൊളിയായിട്ട് വന്ന് ഫാമിലിക്കൊക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. അപ്പം ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ്. എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും തന്നെ ഇനി സപ്പോർട്ട് ചെയ്യുക. അവനെ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.